എല്ലാവർക്കും ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിനു മുമ്പ് ഫ്രൈ പാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും ചുമർ ടൈൽസ് ക്ലീൻ ചെയ്യുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഒരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. സ്പൂൺ നിറച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ലെക്സ് ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളുത്ത കൈപ്പിടിയുള്ള ഈ കത്തി നന്നായിട്ട് ഉരച്ച് കഴിയാലും അത് മഴുക്ക് പിടിച്ചാൽ പോവാറില്ല. ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നന്നായി ഉരച്ച് കഴിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. കത്രിക ഉണ്ടിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് സ്റ്റീൽ ബോൾ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കഴുകണത്. അപ്പോൾ ആ വെള്ളം ഈ കട്ടിംഗ് ബോർഡുമ്പോൾ വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് ഇങ്ങനെ വെച്ചേക്കണത് കേട്ടോ. നേരത്തെ മുക്കി വെച്ചിരുന്ന കത്രികയും കത്തി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ നല്ല തിളക്കം കിട്ടാനായിട്ട് ഈ ലിക്വിഡ് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കഴുകുന്ന പോലെ ലിക്വിഡ് തേച്ചിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നല്ല തിളക്കത്തിൽ കിട്ടും. പല ഡിസൈനൊക്കെ ഉള്ള സ്റ്റീൽ പാത്രമാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് സാധാരണ കഴുകുന്ന പോലെ കഴുകിയിട്ടുണ്ടെങ്കിൽ പോവില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡ് നേരിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കാം. കൂടുതൽ അഴുക്കുള്ള പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് അതിൽ ചേർക്കുന്ന ബേക്കിംഗ് സോഡയും വിനെഗറും ലിക്വിഡൊക്കെ സെയിം അളവിൽ ചേർത്താൽ മതി. നേരത്തെ എടുത്ത വെള്ളം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വെച്ചിരിക്കുകയാണ്. 1 കപ്പ് വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ലിക്വിഡും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനെഗറും ചേർത്താൽ മതി. കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാടുകളൊക്കെ വരില്ലേ, അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ചൂടുള്ള വെള്ളത്തിൽ കൈമുക്കരുത്. കുറച്ച് സ്പൂൺ കൊണ്ടൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കൂടുതൽ അഴുക്കുള്ളതാണെങ്കിൽ ആ വെള്ളം അതിലൊഴിച്ച് വെച്ചിട്ട് ചൂടാറുമ്പോൾ കഴിയാൻ മതി. അടിയിലൊക്കെ പിടിച്ച കുക്കറാണെങ്കിൽ നമ്മൾ ഈ വെള്ളം ഈ പാത്രത്തിൽ തിളപ്പിക്കുന്നതിന് പകരം കുക്കറിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വേഗം തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഗ്ലൗസ് ഉപയോഗിക്കാണ്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യണത്. നിങ്ങൾക്ക് കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അലർജി അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാത്രങ്ങളുടെയൊക്കെ സൈഡിലെ ഡിസൈനുകളൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഈസി ആയിട്ട് കഴുകിക്കളയാൻ പറ്റും. ചില്ല് ഗ്ലാസിൻ്റെ അടിയിലൊക്കെ ഡിസൈൻ ഗ്ലാസ്സൊക്കെ ആണെങ്കിലും കറകളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ, ആ ഒരു കറകളും ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.